عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. നാം വെള്ളി വെളിച്ചത്തിൻ്റെ ധന്യതയിലേക്ക്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. യുവ പണ്ഡിതൻ സുവൈസിൻ്റെ ഇടുക്കി ജില്ലാ സാന്ത്വനം വകുപ്പിൻ്റെ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ സഖാഫി അപകടത്തിൽ മരണപ്പെട്ട വാർത്ത കേട്ട അല്പ സമയത്തിന് ശേഷമാണ് ഈ വെള്ളി വെളിച്ചം റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത മരണം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ തൊട്ടടുത്തുണ്ട്. അവർ പറഞ്ഞു, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ആരാണ്, എപ്പോഴാണ്, എന്താണ്, ഒന്നും അറിയില്ല അല്ലേ? അത് പറഞ്ഞപ്പോഴാണ് 13 വർഷങ്ങൾക്ക് വിടയായ ഭാര്യയുടെ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വന്നത്. അതെ, അവർ രോഗാവസ്ഥയിലാണ്. വല്ലാത്ത വിഷമം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളുടെ കാര്യം ഓർത്തുകൊണ്ടാണോ പ്രയാസം? അള്ളാഹു അവരെ നല്ല രീതിയിൽ എത്തിച്ചുകൊള്ളു. അല്ല, ഞാൻ അമലൊന്നും കൂടുതൽ ചെയ്തില്ലല്ലോ. ഈ ചെറുപ്രായത്തിൽ പടച്ചവൻ്റെ മുന്നിലേക്ക് വെറും കൈയോടെ എങ്ങനെ പോകും? അതെ, അവർ 13 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അവർക്കും ഷിഹാബ് സഖാഫി ഉൾപ്പെടെ നമ്മിൽ നിന്ന് വെടിയായവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. മരണത്തിന് മുമ്പ് മരണം സുനിശ്ചിതം, അടക്കം അനിവാര്യം. അതിനു മുമ്പ് ഒരുക്കം, തയ്യാറെടുപ്പ്, അത് പ്രധാനം എന്നതാണല്ലോ നമ്മൾ ചിന്തനീയമായ വിഷയം. ഇബ്ൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അന്നഹു സുഇൽ, നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനി അഫ്ളു, വിശ്വാസികൾ ആരാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ? ഖാൽ, നബി തങ്ങൾ മറുപടി പറയുന്നുണ്ട്, അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവം സ്വീകരിച്ചവർ. ഖീല, പിന്നെ ചോദിക്കപ്പെട്ടു, അയ്യുൽ മുഅ്മിനീന അക്യസു, വിശ്വാസികൾ ബുദ്ധിമാന്മാർ ആരാണ്? അപ്പോൾ ഖാൽ, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റ, മരണം അധികം ഓർത്തുകൊണ്ടിരിക്കുന്നവർ. വ അഹ്സനുഹും ലഹു ഇസ്തിഅദാദൻ, മരണത്തിനു വേണ്ടി നല്ല ഒരുക്കങ്ങൾ നടത്തുന്നവർ. ഒരുക്കം പ്രധാനം തന്നെയാണ്. തംബീഹുൽ വാഫിലീൻ ഗ്രന്ഥത്തിൽ കാണാം, വയുഖാൽ അഫ്ളലുൻ നാസി മൻ കാന ഫീഹി ഖംസു ഖിസാൽ, ജനങ്ങളിൽ ശ്രേഷ്ഠവാൻ 5 കാര്യങ്ങളുടെ ഉടമയാണ്. അവലുഹ അൻ യകൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖ്ബില, ഒന്ന്, പടച്ച തമ്പുരാന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവൻ സന്നദ്ധനായിരിക്കും. വസാനി അൻ യകൂന നഫ്ഉ ലിൽ ഖൽഖി ളാഹിറ, രണ്ടാമത്തത് അവൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാര സേവനങ്ങൾ വളരെ പ്രകടമാണ്. വസാലിസ്, മൂന്നാമത്തെ അൻ യകൂന നാസു മിൻ ശർരിഹി ആമിന, മൂന്നാമത്തെ കാര്യം മറ്റു ജനങ്ങൾ ഇവൻ്റെ അപകടത്തെ തൊട്ട്, ഉപദ്രവത്തെ തൊട്ട് സുരക്ഷിതരായിരിക്കണം. റാബിയു, നാലാമത്തെ അൻ യകൂന അമ്മാ ഫി ഐദിൻ നാസി ആയിസ, നാലാമത്തത് ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് ഇവൻ ആശ വയ്ക്കാത്തവനാവണം. അൽ ഖാമിസ്, അഞ്ചാമത്ത് അൻ യകൂന ലിൽ മൗതി മുസ്തഇദ്ദ, മരണത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവൻ. ഇങ്ങനെ 5 കാര്യം. ഇതിൽ പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, സാന്ത്വന പ്രവർത്തനം നടത്തുക, ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെ പ്രധാനം തന്നെയാണ്. ഒപ്പം മരണം അത് ഏത് സമയം എപ്പോഴും വരാം എന്ന ഒരു ചിന്ത. എന്നിട്ടോ ആ ചിന്തയിൽ നിന്നുകൊണ്ട് അർഹമായ, അതിൻ്റെ യോജിച്ച നിലയിലുള്ള തയ്യാറെടുപ്പും ഒരുക്കങ്ങളും, അതാണ് ഏറ്റവും പ്രധാനം. ഇവിടുന്ന് പോകണം, ഇത് നൈമിഷികം. പോകേണ്ട മറ്റൊരു ലോകമുണ്ട്, അവിടത്തേക്കുള്ള തയ്യാറെടുപ്പ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അതിനെക്കുറിച്ച് എത്രയാ വാചാലമാകുന്നത് ഹദീസിലൊക്കെ, ഇല്ലേ? ഖുർആനുമൊക്കെ നമ്മോട് അത്തരം കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രായപരിധിയൊന്നുമില്ല, സമയവുമില്ല, ഏത് സമയത്തും എങ്ങനെയും മരണവും ആകാം എന്നത് നാം അനുഭവങ്ങളിലൂടെ പലരുടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ ഹാമിദുൽ ലഫാഫ് എന്ന ഒരു മഹാനിൽ നിന്നുള്ള ഉദ്ധരണി നമുക്ക് ശ്രദ്ധിക്കാം. അന്നഹു ഖാൽ, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി, ആരെങ്കിലും മരണം ഓർക്കുക എന്നത് കൂടുതൽ ചെയ്താൽ, ഉക്രിമ ബി സലാസത്തി അഷ്യാ, 3 കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കപ്പെടും. ഒന്നെന്താ? തഅജീലു തൗബ,
തൗബ ചെയ്യൽ, പശ്ചാത്തപിക്കുക, അതിങ്ങനെ അദ്ദേഹം വേഗത്തിലായിക്കൊണ്ടിരിക്കും. അതൊരു നന്മയാണല്ലോ. മറ്റൊന്ന് കനാഅത്തുൽ ഖൂത്തി, വിഭവങ്ങൾ ഉള്ളത് കൊണ്ട് മതിയാക്കുക, ഉള്ളതെന്താണോ അതിൽ സംതൃപ്തി രേഖപ്പെടുത്തുക. മറ്റൊന്ന് വനശാത്തുൽ ഇബാദത്തി, പടച്ചവന് ചെയ്യുന്ന ഇബാദത്തിൽ അതിൽ നല്ല ഉണർവും ഉന്മേഷവും പ്രകടിപ്പിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾ. അതേസമയം ഒമൻ നസീൽ മൗത്ത, മരണം മറന്നുകൊണ്ടുള്ള ജീവിതമാണോ എങ്കിൽ റുഖിബ ബി സലാസത്തി അശ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അയാൾക്ക് ഒരു സുഖക്കുറവ്, ശിക്ഷ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതെന്താ? തസ്വീഫു തൗബ, തൗബ ചെയ്യുക, പടച്ചവനിലേക്ക് പശ്ചാത്തപിക്കുക എന്നുള്ളത് ഇങ്ങനെ പിന്തിച്ചുകൊണ്ടിരിക്കും. തർക്കു റിള ബിൽ കഫാഫ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന വിഷയം അയാൾക്കുണ്ടാവില്ല. ഒറ്റക്കാസുൽ ഫിൽ ഇബാദത്തി, ഇബാദത്തിൽ ഉന്മേഷത്തിന് പകരം മടിയനായി മാറുന്ന ഒരവസ്ഥ വിശേഷം. അപ്പോൾ ഇതെല്ലാം മരണത്തെ ഓർമ്മിക്കുക എന്നതിലേക്ക് ബന്ധപ്പെട്ടതാണല്ലോ. ഷഖീഖ് ഇബ്നു ഇബ്രാഹിം എന്ന മഹാൻ പറയുന്നുണ്ട്, വാഫഖനി നാസു ഫി അർബഅത്തി അശ്യാ ഖൗല, ജനങ്ങൾ എന്നോട് വാക്കാൽ 4 കാര്യങ്ങളിൽ യോജിച്ചിട്ടുണ്ട്. വഖാലഫുനി ഫിഹാ ഫിഅല, പ്രവൃത്തിയിൽ എന്നോട് അവരെതിരാവുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് അഹദുഹ, ഖാലു, ജനങ്ങൾ പറയും, ഇന്ന അബീദുല്ലാ, ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അടിമകളാണെന്ന് പറയും. എന്നിട്ടോ വയഅമലൂന അമൽ അഹ്റാർ, ഒരു അടിമത്വം, പടച്ചവനിൽ നിന്ന് അടിമത്വം എന്ന ചിന്തയില്ലാതെ ഞങ്ങളൊക്കെ സ്വതന്ത്രരാണ് എന്ന ചിന്തയോടെയാണ് അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസാനി, രണ്ടാമത്ത്, ഖാലു, ജനങ്ങൾ പറയും, ഇന്നല്ലാഹ കഫീലുൻ യർസാഖന, ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അള്ളാഹു ഏറ്റിട്ടുള്ളതാണല്ലോ പറയും. പക്ഷേ വലാ തത്മഇന്നു ഖുലൂബുഹും മഅ ശൈഇൻ മിന ദുനിയ, അവർ ഹൃദയങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിമറിഞ്ഞ് ഒരു സമാധാനമില്ലാതെ. അവസാനത്ത് മൂന്നാമത്തെ, ഖാലു, ജനങ്ങൾ പറയും, ഇന്നൽ ആഖിറത ഖൈറും മിന ദുനിയ, ഈ ലോകത്തേക്കാൾ ഉത്തമം പരലോകമാണ്. അതേസമയത്ത് വഹും യജ്മഊനൽ മാല ദുനിയ, ദുനിയാവിൻ്റെ അഭിവൃദ്ധിക്ക് സമ്പാത്ത് ഉണ്ടാക്കുക എന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. റാബിയു, നാലാമത്തത്, ഖാലു, അവർ പറയും, ലാ ബുദ്ദനാ മിനൽ മൗത്തി, ഞങ്ങൾക്ക് മരണം അനിവാര്യം തന്നെയാണ്. പക്ഷേ വയഅമലൂന അഅമാല ഖൗമിൻ ലാ യമൂതുൻ, ഇവിടെ നിന്നൊന്നും മരിച്ചു പോവില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തി പോലത്തെ പ്രവൃത്തിയാണ് അക്കാര്യം ചെയ്യുന്നത്. പറഞ്ഞതിൻ്റെ സാരം എന്താ? ജീവിതം നിമിഷകം, ഏത് സമയത്തും പടച്ചതമ്പുരാൻ്റെ വിധി വരുമ്പോൾ അങ്ങ് പോകണമല്ലോ. പോകുന്നതിന് മുമ്പ് എന്ത് വേണം? തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കണം, ഒരുക്കങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഒരുക്കം? എങ്ങനെയാണ് തയ്യാറെടുപ്പ്? നന്മകൾ വർദ്ധിപ്പിക്കുക, പടച്ചവൻ നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, സുന്നത്തായ കാര്യങ്ങളും പരിവാക്കുക, വേണ്ടാത്തതും മതം വലിക്കൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം. യുവത്വം വളരെ പ്രധാനമാണ്. ആരോഗ്യം അല്ലാഹുവിൻ്റെ ആ നിഅമത്ത് എന്ന നിലയ്ക്ക് ഈ യുവത്വത്തിലും ഞങ്ങൾ വിട പറഞ്ഞേക്കാം എന്നൊരു ചിന്ത അവർക്ക് വേണമേ. മരിച്ചു കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ വില അറിയാം. ഹാത്തമുൽ അസം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, 4 കാര്യം ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ 4, അതിൻ്റെ വില അറിയണമെങ്കിൽ വേറെ 4 കൂട്ടർക്കേ അറിയുള്ളൂ. ഖദർ ഷബാബ് ലാ യഅരിഫു ഇല്ലാ ശയൂഖ്, യുവത്വത്തിൻ്റെ വില വയസ്സന്മാർക്കേ അറിയുള്ളൂ. ഖദർ ലാഫിയ ലാ യഅരിഫു ഇല്ലാഹുൽ ബലാഗ്, ക്ഷേമത്തിൻ്റെ വില അത് എന്തെങ്കിലും പരീക്ഷണത്തിലൊക്കെ പെട്ടവർക്ക്. ഖദർ സിഹത്തി ലാ യഅരിഫു ഇല്ലൽ മർള, ആരോഗ്യത്തിൻ്റെ വില രോഗികൾക്കേ അറിയൂ. ഖദർ ഹയാത്തി ലാ യഅരിഫു ഇല്ലൽ മൗത, മരിച്ചു കഴിയുമ്പോഴാണ് ജീവിതകാലത്തിൻ്റെ വില മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഈ മഹത്തുക്കളൊക്കെ പറഞ്ഞു തന്നതും ഹദീസും ഖുർആനും ഒക്കെ ഉത്ഭവത്തിൽ നിന്ന് ഇവിടുത്തെ ജീവിതത്തിൽ നല്ല തയ്യാറെടുപ്പ് വേണം, നല്ല ഒരുക്കങ്ങൾ വേണം, മടക്കം അനിവാര്യമാണെന്നുള്ള ചിന്ത വേണം, നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, നിശ്ചയം ഒരു വിഭാഗം ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് അവർ പറയും. സുമ്മസ്തഖാമു, പറയിൽ മാത്രമല്ല അതിലവർ ശരിയായ നിലനിന്ന് ജീവിതം നയിക്കും. അങ്ങനത്തെ വരാം പല വ്യാഖ്യാനങ്ങൾ മഹാന്മാർ നൽകുന്നുണ്ടല്ലോ. അതിൽ ഇസ്തിഖാമത്തുണ്ടാകുക, നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇനി അദ്വൽ ഫറായില, ഫർദുകളൊക്കെ ചെയ്യും, വനഹുവനി മഹാരിമി, നിഷിദ്ധങ്ങൾ ഒഴിവാക്കും. അങ്ങനെ യഹ്യ ഇബ്നു മആദ് റാസി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്തഖാമു അഫ്ആലൻ കമസ്തഖാമു അഖ്വാലൻ, പറയുന്നത് പോലെ തന്നെ അവർ പ്രവർത്തിക്കും എന്നതാണ്. ചില മഹത്തുക്കൾ ഇസ്തിഖാമു അല സുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ പാതയിൽ അവർ നിലകൊള്ളുന്നവരാണ് എന്നൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും പടച്ച തമ്പുരാനിൽ നല്ല വിശ്വാസം ഉറപ്പിച്ച്
റബ്ബിലേക്ക് നാം പോകേണ്ടവരാണ്, മറ്റു ലോകത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് എന്ന ഉൾവിളിയും ചിന്തയും നിലനിർത്തി നമ്മുടെ ജീവിതം നയിക്കാൻ നാം സന്നദ്ധരാകണം. സർവശക്തനായ അല്ലാഹു നമുക്കൊക്കെ നന്മയുടെ ജീവിതം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥന ധരിപ്പിക്കാം. അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകി നാളെ വരാനിരിക്കുന്ന ലോകത്ത് ശാശ്വത സുഖം ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.